ഹലോ ഗൈസ്, നമ്മളിന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പലവക വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ കഴുകിയെടുത്തിട്ട് കാണാം. നമ്മളെ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള കപ്പയൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫിൽ കുഴയ്ക്കാനുള്ള മസാലയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില, ഉലുവ, ബീഫ് മസാല ഇവയൊക്കെയാണ്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ബീഫിൽ പുരട്ടി വെക്കാം. പിന്നെ കുക്കറിൽ ഒരു 5-6 വിസിലടിച്ചിട്ട് വേവിക്കാം. ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ സവോള ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഇനി ബാക്കി നമുക്ക് കാണാം കേട്ടോ. ബാക്കി മസാല ഇടുന്നത് മസാല പറയാൻ കുറച്ച് ബീഫ് മസാലയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി മസാലയൊക്കെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ തന്നെ ഇട്ടതാണ്. പിന്നെ ഇവിടെ മക്കളില്ലോണ്ട് ഒരുപാട് മസാലയൊക്കെ ഇട്ട് എരിവായാൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ കപ്പയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിവേപ്പിലയും പിന്നെ നമ്മുടെ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫും കപ്പയും ലാസ്റ്റ് സ്റ്റേജിലായി. ഇനി ഇതിൻ്റെ മേലെ വറുത്ത തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങയും കരിവേപ്പിൻ്റെയും അതും കൂടി ഒന്ന് കൂട്ടിളക്കിയിട്ട് നമുക്ക് കാണാം.